നമ്മുടെ ഡെയിലി PSC കറണ്ട് അഫയേഴ്സിൻ്റെ 5-ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ PSC ഫോക്കസിലൂടെ നമുക്ക് പഠിക്കാം. എന്നത്തെ പോലെ ആ ഒരു ക്വസ്റ്റ്യനിലൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഇന്നത്തെ ആ ക്വസ്റ്റ്യൻ: മികച്ച കൃതിക്കുള്ള പ്രഥമ എഴുത്തമ്മ പുരസ്കാരം നേടിയതാര്? ആരാണ് ആ എഴുത്തമ്മ പുരസ്കാരം നേടിയത്? അറിയത്തില്ലെങ്കിൽ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ആൻസർ പറയുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെക്ഷൻ തുടങ്ങാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ: കേന്ദ്ര വാണിജ്യ മന്ത്രി ആര്? ആരാണ് കേന്ദ്ര വാണിജ്യ മന്ത്രി? പീയൂഷ് ഗോയൽ. പീയൂഷ് ഗോയലാണ് കേന്ദ്ര വാണിജ്യ മന്ത്രി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യയുടെ AI ശക്തിപ്പെടുത്താൻ 8 എക്സോഫ്ലോപ്പ് ശേഷിയുള്ള സൂപ്പർ കമ്പ്യൂട്ടറുകൾ സ്ഥാപിക്കുന്നത് UAE ആസ്ഥാനമായ G42. മറക്കല്ലേ, ഇന്ത്യയുടെ AI ശേഷി ശക്തിപ്പെടുത്താൻ 8 എക്സോഫ്ലോപ്പ് ശേഷിയുള്ള സൂപ്പർ കമ്പ്യൂട്ടറുകൾ സ്ഥാപിക്കുന്നത് UAE ആസ്ഥാനമായ G42. ഇനി അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യയുടെ മൂന്നാമത്തെ തദ്ദേശീയ ആണവശക്തി ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനി ഏതാണ്? INS അരിധമൻ. INS അരിധമനാണ് ഇന്ത്യയുടെ എത്രാമത്തെയാണ്? മൂന്നാമത്തെ തദ്ദേശീയ ആണവശക്തി ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ: AI ആൻഡ് ക്രിട്ടിക്കൽ മിനറൽ രംഗത്തെ സഹകരണം ലക്ഷ്യമിട്ട് US രൂപം നൽകിയ പാക്സ് സിലിക്ക കൂട്ടായ്മയിൽ അംഗമായ രാജ്യം ഏതാണ്? നമ്മുടെ ഇന്ത്യ. ഇന്ത്യയാണ് AI ആൻഡ് ക്രിട്ടിക്കൽ മിനറൽ രംഗത്തെ സഹകരണം ലക്ഷ്യമിട്ട് US രൂപം നൽകിയ പാക്സ് സിലിക്ക കൂട്ടായ്മയിൽ അംഗമായ രാജ്യം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തതൊരു പുരസ്കാരത്തിൻ്റെയാണ്. SK പൊറ്റക്കാട് സ്മാരക സമിതിയുടെ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അർഷാദ് ബത്തേരി. അർഷാദ് ബത്തേരിക്കാണ് SK പൊറ്റക്കാട് സ്മാരക സമിതിയുടെ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ: ഗുരുവായൂർ ദേവസ്വത്തിന്റെ 2024 ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായത് ആര്? വൈക്കം രാമചന്ദ്രൻ. വൈക്കം രാമചന്ദ്രനാണ് ഗുരുവായൂർ ദേവസ്വത്തിന്റെ 2024 ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായത്. ഇനി 2023 പുരസ്കാരം നേടിയതോ ആരാന്നറിയാമോ? 2023 പുരസ്കാരം നേടിയത് വി മധുസൂദനൻ നായർ. വി മധുസൂദനൻ നായരാണ് 2023 പുരസ്കാരം നേടിയത്. അപ്പം നമ്മൾ ആ പറഞ്ഞ പേരുകളൊന്നും മറക്കാതെ ഓർത്തു വെക്കണം, അപ്പം തന്നെ നോട്ട് ചെയ്ത് പഠിക്കുക. അടുത്തത് ഇൻഡിവുഡ് ഭാഷാ സാഹിത്യ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതൊക്കെ എന്താണെന്ന് നോക്കാം. ആദ്യം സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഭാഷാ കേസരി പുരസ്കാരം നേടിയത് ശ്രീകുമാരൻ തമ്പിയാണ്. ശ്രീകുമാരൻ തമ്പിയാണ് സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഭാഷാ കേസരി പുരസ്കാരം നേടിയത്. ഇനി ഫെബ്രുവരി 21 എന്താണ്? ഫെബ്രുവരി 21 ലോക മാതൃഭാഷാ ദിനം. ഫെബ്രുവരി 21 ലോക മാതൃഭാഷാ ദിനം, അതെല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ: 2025 OV വിജയൻ സ്മാരക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് 2025. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. OV വിജയൻ സ്മാരക നോബൽ പുരസ്കാരം 2025 നേടിയതോ? KV മോഹൻകുമാർ. KV മോഹൻകുമാർ, അദ്ദേഹത്തിന്റെ കൃതിയാണ് ഉല. ഉലയാണ് KV മോഹൻകുമാറിന്റെ കൃതി. ഒന്നുകൂടി പറയാം, OV വിജയൻ സ്മാരക നോവൽ പുരസ്കാരം 2025 നേടിയത് KV മോഹൻകുമാർ, കൃതി ഉല. അടുത്തത് ചെറുകഥാ സമാഹാര പുരസ്കാരം നേടിയതോ? അത് TP വേണുഗോപാലൻ. TP വേണുഗോപാലനാണ് ചെറുകഥാ സമാഹാര പുരസ്കാരം നേടിയത്. അദ്ദേഹത്തിന്റെ കൃതിയാണ് തുന്നൽക്കാരൻ. എന്താണ്? തുന്നൽക്കാരൻ. അടുത്തത് യുവകഥാ പുരസ്കാരം നേടിയത് K മേഘ. യുവകഥാ പുരസ്കാരം നേടിയത് K മേഘ. കൃതി അവനിവാഴു കിനാവ് കഷ്ടം. അപ്പം യുവകഥാ പുരസ്കാരം നേടിയത് K മേഘ, കൃതി അവനിവാഴു കിനാവ്
കഷ്ടം. അത് ഞാൻ ഇത്രയും റിപ്പീറ്റ് പറയുന്നത് എൻ്റെ കൂടെ തന്നെ പഠിച്ചു പോകാനായിട്ടാണേ. അതാവുമ്പോൾ പിന്നെ നമ്മൾ റെഫർ ചെയ്യേണ്ട ആവശ്യമില്ല. കൃതികളൊക്കെ എന്തായാലും കറണ്ട് അഫയേഴ്സിൽ എക്സാമിന് പ്രധാനമായും ചോദിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ആ ഒരു ക്വസ്റ്റ്യൻ ഇല്ലേ, അതെന്തായിരുന്നു? മികച്ച കൃതിക്കുള്ള പ്രഥമ എഴുത്തമ്മ പുരസ്കാരം നേടിയത് ആരാണ്? എം.ഡി. രാജേന്ദ്രൻ. എം.ഡി. രാജേന്ദ്രനാണ് മികച്ച കൃതിക്കുള്ള പ്രഥമ എഴുത്തമ്മ പുരസ്കാരം നേടിയത്. ശ്രാവണ ബെളഗോള എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത്. അത് എന്തായാലും ചോദിക്കും, സ്റ്റേറ്റ്മെന്റ് രീതിയിൽ വരെ ചോദിക്കാം. എന്തിനാണ് ഏത് കൃതിക്കാണ് അദ്ദേഹത്തിന് കിട്ടിയ പുരസ്കാരം ലഭിച്ചത്? ശ്രാവണ ബെളഗോള. അതാണ് പുരസ്കാരത്തിന്റെ പേര്. നമ്മൾ ഇന്ന് പഠിച്ച പുരസ്കാരങ്ങളെല്ലാം നന്നായിട്ട് ഓർത്ത് വെക്കുക. എൻ്റെയോടൊപ്പം തന്നെ പഠിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാളെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇതോടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ പുതിയ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം. അപ്പോൾ എന്നും പറയുന്നത് പോലെ കൺസിസ്റ്റൻസിയാണ് വിജയത്തിൻ്റെ രഹസ്യം. നന്ദി.